മാമാ ഹലോ, ഇവിടെ ആരുമില്ലേ? നീ ഒരു കട തുറന്നിട്ടുണ്ടോ? പോയേക്കോ. ആ അങ്ങളെ, ഈ കടയിലെ മാമനെ കണ്ടോ? അയാളൊരു ഗ്ലാസ്സിൽ വെള്ളവും മഞ്ഞപ്പൊടിയായിട്ട് ആ പറമ്പിലോട്ട് പോകണം. ഓ, ഇങ്ങേരും തുടങ്ങിയ മഞ്ഞപ്പൊടി കളിക്കാൻ. ഈ മഞ്ഞപ്പൊടിയിലൊക്കെ ട്രെൻഡ് ഔട്ട് ആയാലും ഇയാളൊന്നും അറിഞ്ഞില്ലേ? പുള്ളിയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. പയ്യൻ ഹൈ റേഞ്ചിൽ ഭയങ്കര കർഷകനാ. 1.5 സെന്റില് ഫുള്ള് മഞ്ഞൾ കൃഷിയുള്ള വലിയ തറവാട്ടുകാരാണെന്നാ കേട്ടെ. മഞ്ഞള് കർഷകനാ? ഇപ്പൊ മഞ്ഞളിന് സ്വർണ്ണത്തേക്കാൾ ഡിമാൻഡ് അല്ലേ? മഞ്ഞൾ എന്ന് കേട്ടതേ പുള്ളിക്കാരനെ കണ്ണു മഞ്ഞളിച്ച് പോയി. പിന്നൊന്നും നോക്കിയില്ല, അപ്പൊ തന്നെ കെട്ടുറപ്പിക്കും. ഞാൻ അങ്ങനെ നോക്കിട്ട് വരട്ടെ. മാമ മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ വെറുതെ കടുങ്ങയൊന്നും ചെയ്യല്ലേ. മാമനത്തിനെ പറ്റി പിന്നെ ഞാൻ എവിടെ പോയിട്ട് കിട്ടതേ വാങ്ങിക്കും. എന്നെ വിട്, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ചാവണം. മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. എന്താ കൊച്ചു, എന്താ വിഷയം? വിഷയം മാത്തമാറ്റിക്സ്. അങ്ങളീ മാമനെന്ന് പിടിച്ചേ. ഇയാള് മഞ്ഞപ്പൊടിയിലേ, നിന്റെ കൊച്ചിന് എന്താ പ്രശ്നം? ഈ പുള്ളി റീൽ ചെയ്യാൻ പോയതൊന്നും അല്ല, ചാവാൻ പോയതാ. അയ്യോ, എന്തിന്? മഞ്ഞപ്പൊടി റീല് ട്രെൻഡ് ആയപ്പോ 1.5 ലക്ഷം രൂപ കള്ളക്കടം മേടിച്ച് കടയിലോട്ട് 2 ലോഡ് മഞ്ഞപ്പൊടി ഇറക്കിയത്. സംഗതി ട്രെൻഡ് ഔട്ട് ആയപ്പോഴത്തേക്ക് കിൻഡിൽ കണക്കിന് മഞ്ഞപ്പൊടിയെ കടയിൽ കെട്ടിക്കിടന്നെ. അങ്ങനെ കടക്കാരൻ മാമൻ ശരിക്കുള്ള കടക്കാരനെ. ഈ ഗ്ലാസ്സിൽ മഞ്ഞപ്പൊടി കലക്കി കുരടാൻ കലക്കി അടിക്കാനായിരുന്നു പ്ലാൻ. അയ്യേ, 1.5 ലക്ഷം കടമെന്ന് വെച്ചിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യും? അത് മാത്രമല്ല കാരണം, ഈ അങ്ങളുടെ മോളുടെ കല്യാണവും മുടങ്ങി. അയ്യോ, അതെങ്ങനെ? അങ്കിൾ നേരത്തെ പറഞ്ഞ മഞ്ഞൾ കർഷകനില്ലേ, പുള്ളിക്ക് 1.5 സെന്റ് മഞ്ഞളുടെ ഇടയിൽ ഇടക്കൃഷിയായിട്ട് 10 മൂട് കഞ്ചാവും ഉണ്ടായിരുന്നു. ഭാവി വരുമാനം എക്സൈസുകാർ തൂക്കി. അയ്യോ, അടിപൊളി. ഇത് ഞാനിനി എന്ത് ചെയ്യും? കുരുടാൻ കലക്കിയിട്ടില്ലെങ്കിൽ ഒറ്റ വരിക്ക് കുടിച്ചോ, ക്രീമികടി ഉണ്ടെങ്കിൽ മാറിക്കോളൂ.